ഹലോ, എല്ലാവർക്കും ഗാർഡൻ ഖസാനയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. നാളെ ഇവിടെ ടെക്സസിൽ ഫ്രീസിങ് ടെമ്പറേച്ചറാണ്. സാധാരണയുണ്ടല്ലോ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പുള്ളതാണ്. പക്ഷേ എന്തോ ഈ പ്രാവശ്യം അത്രയുമില്ല. ഇപ്പോൾ കണ്ടില്ല, ഞാൻ പുറത്ത് നിന്നിട്ട് ഒട്ടും ഒരു ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലത്. കാരണം ഞാൻ ഈ നമ്മുടെ ഉള്ള വെജിറ്റബിൾസ് ഒന്നും പറിച്ചില്ല, കൊണ്ടുപോകാൻ അത്രയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നു. ഇടയ്ക്കൊരു ചെറിയ തണുപ്പ് വന്നെങ്കിലും കുഴപ്പമില്ല. നാളെ ഫ്രീസിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ഇനി പറിച്ചെടുക്കണം. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് ഇഞ്ചിയും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പറിക്കുന്നത് കാണിക്കാം ഞാൻ. ഓക്കെ, ഇത് കണ്ടോ, ഇത് വളരിപ്പയറാണേ. ചതുരപ്പയർ എന്നൊക്കെ നാട്ടിൽ പറയും. ഈ ശരിക്കും ഇത് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായി. എല്ലാം ഞാനിങ്ങനെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് പക്ഷേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്നാ പറയണേ, തണുപ്പ് വന്ന് പോകുന്നെങ്കിൽ ഇനിയും പോകട്ടെ, അടുത്ത വർഷം വേറെ നടാനേ പറ്റുള്ളൂ. പക്ഷെ നോക്കുവാണെങ്കിൽ കണ്ടോ, ഈ പിന്നെയും പൂവിടുന്നുണ്ട്. അത് ഇഷ്ടംപോലെ പൂവിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നോക്കിയപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പൂക്കൾ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മളുടെ നിത്യവഴുതനയുടെ പൂവാണ്, കായ. അതപ്പുറത്ത് നിൽപ്പുണ്ട്. അതും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉണക്കി സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് നടാനായിട്ട്. ഇത് നമ്മളുടെ മഞ്ഞൾ പറിച്ച് കിടക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് എടുത്തപ്പം കുറേയൊക്കെ കട്ടായി പോയി. അപ്പം ഇനിയുമുണ്ട് കേട്ടോ. ഞാനിതെല്ലാം എടുത്ത് ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് കുറച്ച് നമ്മളുടെ മഞ്ഞൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പറിച്ചെടുക്കണം. അപ്പം അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട് അത് കാണിക്കാം. പിന്നെ എനിക്കൊരു കാര്യം കാണിക്കാനുള്ളത്, നമ്മളുടെ കറിവേപ്പാണിത്. ഇത് നിങ്ങൾക്ക് കാണാമോ? ഈ കറിവേപ്പ് ഇതിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തണുപ്പ് വരുമ്പോൾ ഒന്ന് മൂടി വെക്കത്തേ ഉള്ളൂ ഞാൻ. അത് കഴിയുമ്പം തന്നെ പൊട്ടിക്കിളുത്തുള്ളൂ. ഇതിൻ്റെ വേരിന്ന് കുറേ പൊട്ടിക്കിളുത്തിട്ടുണ്ട്. ഇവൻ ഞങ്ങളുടെ നെയ്ബറിൻ്റെ അടുക്കൽ വരെ പോയിട്ടുണ്ട്. ഇത് അപ്പുറത്തെ വീടിൻ്റെയാണ്, അവിടോട്ട് അത് പറന്ന് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഇത് നമ്മളുടെ കാച്ചിലാണ്. ഇത് കണ്ടോ നിങ്ങൾ? ഇതിനകത്ത് ഉണ്ട്, എനിക്കിനി നോക്കണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. പിന്നെ നമ്മൾ ആദ്യം നട്ട പനിക്കൂർക്കയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആ പനിക്കൂർക്ക ഞാൻ ഒരു ബക്കറ്റിൽ നട്ടു. ആ ബക്കറ്റിലുള്ള പനിക്കൂർക്കയായിപ്പം. ഞാൻ ആദ്യം ഒരു ചെറിയ പ്രൊപ്പഗേറ്റ് ചെയ്ത പനിക്കൂർക്ക കാണിച്ചില്ലേ, ആ പനിക്കൂർക്കയാണ് ഇത്. ഇത് ബക്കറ്റിൽ നട്ട് അത് ഇത്രയും വലുതായി. എനിക്ക് ഓൾറെഡി ഞാൻ എന്താ പറയണേ, ചെറിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് വെക്കണം, ഇനി അകത്തോട്ടെടുത്ത് വെച്ചാലേ പറ്റുള്ളൂ തണുപ്പാകുമ്പം. ഈ കാണുന്നതുണ്ടല്ലോ, ഇത് ചോക്ലേറ്റ് മിൻറ്റാ. നമ്മളുടെ പുതിനയുടെ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ മിൻറ്റാണത്. അപ്പോൾ അത് കോവലൊക്കെ ഞാൻ എടുത്തു വെച്ചു. കോവൽ ഇവിടെയാണ് നിന്നിരുന്നത്. ഇത് നമ്മളുടെ സ്പ്രിങ് ഒനിയൻ ഇല്ലേ, ആ ഒനിയനാണ് ഈ നിൽക്കുന്നത്. ഇത് നമ്മൾ ആ തക്കാളിയുടെ ഒരു വീഡിയോ ഞാനിട്ട് ഓർക്കുന്നുണ്ടോ? ആ വീഡിയോയിൽ കാണിച്ച തക്കാളി തന്നെയാണ്. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് കാ വരുന്നുണ്ട്. ഞാനെന്നാൽ ആദ്യം ഒരു ചെറിയ തണുപ്പ് വന്നപ്പോൾ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇല്ല, ഇത് നോക്കിക്കാൻ നിറച്ചും കായുണ്ട്. ഇപ്പോഴും പിന്നെയും പൂവുണ്ട് കേട്ടോ. പൂവുണ്ട്. ഇവിടെ പഴുത്തൊരെണ്ണം നിപ്പുണ്ട്. എനിക്ക് തറയിൽ വരെ ഉണ്ട്. എനിക്ക് കായുണ്ട് ഇഷ്ടം പോലെ. ഇതെല്ലാം ഇനിയിപ്പോൾ എനിക്ക് പറിച്ചെടുക്കണം. ഇതിനകത്തായിരുന്നു ഇഞ്ചി നിന്നിരുന്നത്. ഇഞ്ചി നമ്മൾ പറിച്ചു. ഇവിടെ തക്കാളി ഉണ്ട്. ചേന പറിച്ചെടുത്തു. ഞാൻ ഒരു ചേന പറിച്ചത് കാണിച്ചല്ലോ, ബാക്കിയുള്ള ചേനയോടെ ഞാൻ എടുത്തത് കാണിച്ചു തരാം. പിന്നെ ഇത് ചേമ്പാണ്. ഞാൻ ചേമ്പിൻ്റെത് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് ശരിക്കും എടുത്തിട്ട് കാണിക്കാം. ഇതിൻ്റെ എടുത്തോ, കിട്ടുന്നുണ്ടോ? ഇതുണ്ടല്ലോ, ഇത് ശരിക്കും തായ് ബേസിലാണേ. ഇത് ഞാനിവിടെ ഒരു ചട്ടിയിൽ ഒരു ചെടി വെച്ചു.
ആ ചെടിയിൽ നിന്ന് വീണിട്ടുള്ള എന്താ പറയണേ കുരുക്കളെ വീണിട്ട് തന്നെ കിളുത്ത് വന്നതാണ് ഇത് നിറച്ചു. ഇത് മുഴുവൻ തായ് ബേസിലാണേ. ശരിക്കും ഇതിനകത്ത് വണ്ടുകൾ വന്നിരിക്കും. ഇത് നല്ല മണവുമാണ്. നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മണമാണ്. ഇത് നമ്മളുടെ നാരകമാണ്. നാരകത്തിൽ കായ്കൾ വരുന്നുണ്ട്. ഇത് ബേബി നാരകം. ഇവിടെ ശരിക്കും ഞങ്ങൾക്ക് വലിയൊരു നാരകം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, കഴിഞ്ഞ തണുപ്പത്ത് അത് പോയി. അതിൻ്റെ കുറ്റിയായി നിൽക്കുന്നേ. വേറൊരെണ്ണം ഞങ്ങളിപ്പം മേടിച്ചു വെച്ചേക്കുക. പക്ഷെ കായുണ്ട് ഇതിനകത്തിപ്പം. ഇത് ഞാൻ കാണിച്ചില്ലേ ഇന്നാളിൽ പുൽത്തൈലത്തിൻ്റെ കാണിച്ചില്ലേ, ലെമൺ ഗ്രാസ്. ആ ലെമൺ ഗ്രാസ് ആണ്. ലെമൺ ഗ്രാസ് ഞാൻ ഈ ചട്ടിയിൽ നട്ടത്. അന്ന് റീഗ്രോ വെജിറ്റബിൾസിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലേ, അതിനകത്ത് കാണിച്ച ലെമൺ ഗ്രാസ് ആണ്. അപ്പം അത് നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. എനിക്ക് വേറെയും ചട്ടിയിൽ നിൽപ്പുണ്ട് ലെമൺ ഗ്രാസ്. ഇതൊക്കെ ഇനിയും പറിച്ചെടുക്കണം. ആക്ച്വലി തണുപ്പ് കുറവായതുകൊണ്ട് നമ്മളുടെ വെജിറ്റബിൾ ഒന്നും അധികം പോയില്ല. ഇത് കണ്ടോ, വഴുതന നിൽക്കുന്നേ. പൂക്കളും ഉണ്ട്, പക്ഷേ ഇനിയിപ്പം പോകുമായിരിക്കും. ഇതെനിക്ക് തറയിലാണ് നിൽക്കുന്നത്, കാരണം എനിക്ക് എടുത്ത് നടാൻ പറ്റില്ല. ഇത് കെയിലാണേ. കെയിൽ നമ്മൾ സാലഡിനകത്തൊക്കെ ഇടുന്ന കെയിലാണ്. അത് തണുപ്പത്ത് കുഴപ്പമില്ല, തണുപ്പത്ത് തന്നെ വന്നോളും. മുറിച്ച് ഇലകൾ മുറിച്ച് ഞങ്ങളിങ്ങനെ എടുക്കുക ചെയ്യുന്നത്. ഇത് കാന്താരിയാണേ. ഇത് കാന്താരി. ആക്ച്വലി ഞാൻ ഇന്നലെ കാന്താരി എല്ലാം പറിച്ചു. എന്നാലും ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇതും തറയിലായതുകൊണ്ട്, ഗ്രൗണ്ടിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് എനിക്കറിയത്തില്ല. എടുത്ത് നടാനൊന്നും പറ്റില്ല, അത് പോകുമായിരിക്കും. പിന്നെ വീണ്ടും ഒന്നേന്ന് മുളപ്പിക്കണം തണുപ്പ് കഴിയുമ്പോൾ. ഇത് സ്വീറ്റ് ബേസിലാണ്. ഈ നിൽക്കുന്നത് സ്വീറ്റ് ബേസിലാണ്. ഇതിൻ്റെ ഈ ഇലയ്ക്ക് നല്ല മണമാണ്. നോക്കി, വണ്ടികൾ വന്നിരിക്കുന്നത് കാണാമോ? ഭയങ്കര ഇതിൻ്റെ മണത്തിൽ ഭയങ്കര ഈ ബീസ് അട്രാക്റ്റഡാണ്. കാണാതാ നിങ്ങൾക്ക്. മറ്റേ ഇത് സ്വീറ്റ് ബേസിലും നമ്മളുടെ തായ് ബേസിലും ഒത്തിരി വരും. ഇത് മറ്റേ വേറൊരു കെയിലാണ്. ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് മുഴുവൻ നമ്മളുടെ മഞ്ഞളാണ്. ഇത് നമ്മളുടെ പെർസിമൻ ആയിരുന്നു. പെർസിമൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോയി. നന്നായിട്ട് കായുണ്ടായിരുന്നു, പക്ഷെ അണ്ണാൻ വന്നെല്ലാം കൊത്തി തിന്ന് കളഞ്ഞേ. ഓക്കെ, ഞാൻ ഇനിയും നമ്മളുടെ മഞ്ഞളും ചേമ്പും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമേ. എന്തോരം മഞ്ഞൾ ഉണ്ടായിരുന്നു, ഇഞ്ചി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള. ഓക്കെ ഓക്കെ അപ്പം നമ്മളുണ്ടല്ലോ എല്ലാം നമ്മുടെ മഞ്ഞളും ഇഞ്ചിയും ചേമ്പും ഒക്കെ കഴുകി. അപ്പം ഞാൻ അതിൻ്റെ കാണിക്കാം. നമുക്ക് ഒരു ഭേദപ്പെട്ട രീതിയിൽ തന്നെ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയുമാണ്. നല്ലൊരു ബിഗ് കണ്ടെയ്നറാണ്. കണ്ടോ, കഴിഞ്ഞ വർഷം ഇതുപോലെ കിട്ടി. ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത മഞ്ഞൾ പൊടിച്ച് ഉണ്ടാക്കിയതാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് നമ്മളുടെ ഇഞ്ചിയാണ്. ഇഞ്ചി ഞങ്ങൾ അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇഞ്ചിയും ഇത്രയുമുണ്ട്. ഇതുണ്ടല്ലോ, ഇത് മാങ്ങ ഇഞ്ചിയാണ്. മാങ്ങ ഇഞ്ചി കുറച്ചുകൂടെ ഉണ്ട്, എനിക്ക് കഴുകാൻ അത് പറ്റിയില്ല. അത് ഒന്നുകൂടെ കുറച്ചുകൂടെ ഞാൻ പറിച്ചവിടെ വെച്ചിട്ടുണ്ട്, കഴുകി അതുകൂടെ എടുക്കണം. ഇത് നമ്മളുടെ ചേമ്പ്. കപ്പയാണെങ്കിലുണ്ടല്ലോ, ഇത് ലാസ്റ്റ് മൂടാണ്. ഇടയ്ക്ക് മഴയല്ല, കാറ്റ് വന്നപ്പോൾ തണ്ടൊടിഞ്ഞു പോയായിരുന്നു ഒരു 2 മൂടിൻ്റെ. അപ്പം അന്നേരം ഞങ്ങൾ ആ കപ്പ പറിച്ച് അത് പുഴുങ്ങി കഴിച്ചു. മൊത്തം 4 മൂട് കപ്പയായിരുന്നു. അപ്പം ഇത് ലാസ്റ്റ് മൂടാണേ. ഇത് കപ്പ. അന്ന് നമ്മൾ പറിച്ച ചേനയില്ലേ, ആ ചേന അത് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചു. പിന്നെ പറിച്ച 3 എണ്ണമാണേ. അപ്പം ഇത് ഏകദേശം നല്ല വലിപ്പത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നേരത്തെ പറിച്ചതാണ് കേട്ടോ, ഇപ്പം പറിച്ചതല്ല. നേരത്തെ ഞാൻ പറിച്ച് വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ പറഞ്ഞില്ലേ, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, വിത്തിന് വെക്കണം, നമ്മൾക്കും എടുക്കണം, അങ്ങനെയായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ നമ്മുടെ വിളവ് മുഴുവന്. ഇനിയിപ്പോൾ കഴിഞ്ഞു. ഇനിയും മാർച്ചിൽ നമ്മൾ മാർച്ച് ഏപ്രിൽ തണുപ്പ് പോകുന്നതനുസരിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.